ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ശിവയും അതുപോലെ തന്നെ അബിയുടെ അടുത്തേക്ക് തന്നെ ആ അമ്പനാട് വിക്രമൻ ഫ്രണ്ട്സിനെ ആക്രമിക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വന്നിട്ട് അവർക്ക് വീഡിയോ കൈമാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്ക് മല്ലികാക്ക വരുന്നുണ്ട് കേട്ടോ. മാഡം 10 മിനിറ്റാണ്, പുരുഷന്മാർ വിരോധിയാണ് മാഡം, അതുകൊണ്ട് തന്നെ 10 മിനിറ്റാണ് ഇയാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അനുവദിച്ച് കഴിഞ്ഞ സമയം. അത് കഴിഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇയാളോട് പോകാൻ പറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും വിക്രമിനെതിരെയുള്ള വാർത്തയാണ് ഇത്, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡം ഒന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അയാൾ ആ ഒരു ന്യൂസ് കൊടുത്തതിന് ശേഷം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ആ ഒരു ക്രിമിനൽ വരുന്നത്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, ഇതാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, എന്നാൽ വസുന്ധരാദേവി എവിടെ, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് മല്ലിക ചോദിക്കുന്നുണ്ട്. അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ വസുന്ധരയാണെങ്കിലോ എന്നെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചെന്ന് പറഞ്ഞു നോക്ക് തന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇവർക്കും എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നിൽക്കുമായിരിക്കും. അപ്പോൾ അബിയും ശിവയും പരസ്പരം നോക്കുന്നുണ്ട്, ഇതാരാണ് എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം തന്നെ മല്ലിക ചെന്നിട്ട് വസുന്ധരയുടെ ദലപാലിനോട് പറയുന്നുണ്ട്, മേഡത്തിനെ കാണാനായിട്ട് ഒരാൾ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആണാണ്, എന്നാൽ അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അതിനുശേഷം ചെല്ലുന്നതിന് ശേഷം തന്നെ ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. താൻ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും എന്നെ കാണാനാണ് ആഗ്രഹിച്ചത്, ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറയുമ്പോഴത്തേനും ധനപാലൻ ഇതാണ് രാജകുമാർ സാർ എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. സാറിനെ കാണാനായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ശിവ കാലിൽ വീഴുന്നുണ്ട്. നന്ദഗോപാലിൻ്റെ മകളല്ലേ, വലിയ കുട്ടിയായിട്ടുണ്ടെന്ന് പറയുന്നു. അച്ഛനറിയോ? പിന്നെന്താ, ഞങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, അന്ന് മോൾ കുഞ്ഞാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വസുന്ധര അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരോടും സംസാരിക്കുന്ന വർഷയെക്കുറിച്ച് പറയുന്നുണ്ട്. വർഷ എന്നെ ഒന്നും അറിയിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു, എല്ലാവരുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ന്യൂസിലെല്ലാം തന്നെ ഞാനാണ് തന്നിട്ടുണ്ടെന്ന് അറിയില്ലേ, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും സാറ് ഞങ്ങളുടെ കൂടെ 2 ദിവസം നിന്നിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ അവിടെ നിൽക്കരുത്, അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അതെന്താ, അയാൾ ഇവിടെയാണ് നിൽക്കേണ്ടത്, നിങ്ങൾ പെൺകുട്ടികൾ 4 താമസിക്കുന്നിടത്ത് ഇദ്ദേഹം നിൽക്കാൻ പാടില്ല, ഇവിടെ താമസിക്കാമല്ലോ, അപ്പോൾ പുരുഷവിരുദ്ധിയായിട്ടുള്ള മേഡം എങ്ങനെ സമ്മതിക്കുന്നതെന്ന് മല്ലിക ചോദിക്കുമ്പോൾ, അതിന് ഇയാൾ പുരുഷനല്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും അമ്പരന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് അവതാര പുരുഷനാണെന്ന് പറയുന്നു കേട്ടോ. അതാണല്ലേ കാര്യം, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, 2-4 ദിവസം ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കയറി പറ്റുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ശിവയും അതുപോലെ തന്നെ അഭിയും സംസാരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്, എന്തായാലും വർഷയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ വിവേകേട്ടൻ തിരിച്ചറിയില്ലേ, മാത്രമല്ല ഇദ്ദേഹം അവളുടെ പേര് വർഷയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകേട്ടന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എന്താ ചെയ്യുക, മേഡം ആണെങ്കിലോ അയാളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും സമ്മതിക്കില്ല, ഇതെങ്ങനെ സോൾവ് ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, രാജ്കുമാർ സാറിനോട് നമുക്ക് പറയാം, എന്തായാലും വർഷയുടെ പേര് വർണ്ണമാല എന്നാണ് നാക്കിയാൽ മതി, നമുക്ക് കാര്യങ്ങൾ പറയാം. അങ്ങനെ വസുന്ധര പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഉടായ്പും നടക്കില്ല, അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയണം, എന്നാൽ ഞാനും വരാം. മേഡം എപ്പോഴും പുരുഷവിരോധിയല്ലേ, എപ്പോഴും അവിടേക്ക് കയറി ചെന്നാൽ ശരിയാവുമോ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോന്നു. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ശിവമോൾക്ക് എന്താണ് പുരുഷന്മാരോട് കുറച്ച് അടുപ്പം തോന്നി തുടങ്ങിയോ, അങ്ങനെയാണെങ്കിൽ ഇവളും എൻ്റെ മകനുമായിട്ടുള്ള വിവാഹം ഒന്നുകൂടി എനിക്ക് ആലോചിക്കേണ്ടി വരുമെന്ന്. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ സാർ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിലോ കുറച്ച് മുതലെടുക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്, ശിവയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ നന്ദഗോപാലിൻ്റെ മകൾ വലിയ കുട്ടിയായെന്നൊക്കെ പറഞ്ഞിട്ട്, അത് സാർ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, വർഷ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് എന്തായാലും എല്ലാവർക്കും അറിയെങ്കിൽ പോലും അവളുടെ പേര് ഇവിടുത്തെ വിവേകിന് അങ്ങനെ അറിയില്ല, വിവേകിൻ അവളും തമ്മിൽ ശത്രുതയുണ്ട്, അപ്പോൾ അവളുടെ പേര് ഞങ്ങൾ വർണ്ണമാല എന്നാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സാറും അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ, അങ്ങനെയാണിപ്പോൾ അവസ്ഥ, വളരെ മോശമാണെന്ന് പറയുന്നു, വരുമെന്ന് വിളിച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറയുന്നുണ്ട് അഭി. അയ്യോ, നിങ്ങളിപ്പോൾ പോകണമെന്ന് ഞാൻ പറയില്ല, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നു. അഭിയാണെങ്കിൽ നൈസായിട്ട് ഒഴിവാകുന്നുണ്ട്, കാരണം ഇയാളുടെ പിടുത്തമൊന്നും അത്ര ശരിയല്ല. അതിനുശേഷം തന്നെ
പിഞ്ചപ്പനെയും അതുപോലെ വിവേകിനെയും കാണിക്കുന്നത് കേട്ടോ. നിനക്ക് വല്ല കാര്യം ഉണ്ടാടാ അവളുടെ അടുത്ത് പോയിട്ട് വെറുതെ വഴക്ക് കേൾക്കാനായിട്ട്. അവൾക്ക് അഹങ്കാരം വെച്ച രണ്ട് കൈകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിനക്കും അഹങ്കാരം പിടിച്ച രണ്ട് കാലുകളും എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരിക്കലും മാച്ച് ആവാൻ പോകുന്നില്ല എന്നും പറയുമ്പോൾ അത് സത്യത്തിൽ അഹങ്കാരം പിടിച്ചവൻ്റെ കൈയും കാലും ഒക്കെ സെയിം അല്ലേ, ഞങ്ങൾ ഒരുമിച്ച് പോകേണ്ടവർ തന്നെയാടാ. പക്ഷേ കാര്യങ്ങൾ എനിക്കറിയണം, വിവേകമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. അപ്പോഴത്തേനും അവിടേക്ക് വിവേക് വരുന്നുണ്ട്. പക്ഷേ വിവേകിനെ ഇവർക്ക് പേഴ്സണലി അറിയില്ല. അതിനുശേഷം തന്നെ എന്താ ബ്രോ ഏത് വണ്ടിയാണെന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന പിഞ്ചപ്പൻ, നിങ്ങളുടെ അടുത്ത് വണ്ടി തന്നതൊന്നുമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇതല്ലേ വിവേക് എന്ന് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ട് അതിക്രമം കാണിച്ച ആൾ. അപ്പോൾ നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനാണ് അമ്പനാട് രാഹുൽ വിക്രമൻ എന്ന് പറയുന്നു. ഓ രാഹുൽ, അപ്പത്തിന് വർഷയുടെ കാമുകൻ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുക കേട്ടോ. അതിനുശേഷം തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ആ ശിവയെ കൊണ്ട് എൻ്റെ ആൻറ്റിക്ക് റീത്ത് കൊടുപ്പിച്ചല്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അത് പിന്നെ നിങ്ങൾ തന്നെയല്ലേ അവിടുന്ന് ന്യൂസ് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നതിന് ശേഷം പിന്നെയും ഓരോ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാ? പിന്നെ അതുപോലെ തന്നെ വർഷയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. പ്രണയവും വർഷയും തമ്മിൽ അനാവശ്യം പറഞ്ഞേക്കരുത്. കാരണം ഏതൊരു പെൺകുട്ടിയെക്കുറിച്ചും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് വിവേകിനോട് പറയുന്നു. ആ സമയം വിവേകിന് കാര്യം മനസ്സിലായി, വർഷയും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്, തനിക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ള രീതിയിലേട്ടോ. അതിനുശേഷം ഞാൻ ആ കാര്യത്തിനൊന്നല്ല വന്ന്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തിനാ അതിക്രമം കാണിച്ചത് താൻ എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ്, തന്നോട് കാര്യങ്ങൾ സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങ് പോകുന്നു കേട്ടോ. അത് നമ്മുടെ രാഹുൽ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിഞ്ചപ്പൻ പറയുന്നുണ്ട്, അവൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്, നീ അതൊക്കെ കേട്ട് വായി നോക്കിയിരിക്കുകയാണോ വിവേക ചെയ്തത്? എടാ, എനിക്ക് കിട്ടാവുന്ന കാര്യം കിട്ടി വർഷയെക്കുറിച്ച്. അവളും അവനും തന്നെ പ്രണയത്തിലല്ല എന്ന രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിനി റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവയും അഭിയാണ് ആ ഒരു ന്യൂസ്, അതായത് വിക്രമൻ ആ പ്രിൻസിനെ അടിക്കുന്നതൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ ഇടണം. മാത്രമല്ല ഇത് രാജ്കുമാർ സാറാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ ട്രെൻഡിങ്ങിലായിരിക്കും നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷയും മഞ്ജും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്താടോ നിങ്ങൾ നോക്കുന്നത്? വർഷയെ കാണാനായിട്ട് ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് നല്ലൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് വിക്രം സാറിനെ കുറിച്ച് നാളേക്ക് ഇടാനായിട്ട് എന്ന് പറയുന്നുണ്ട്. ആരാ വന്നിട്ടുള്ളത്? ഇത് രാജ്കുമാർ സാറാണെന്നുള്ളത് അഭി പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വസുന്ധര ആൻറ്റിയുടെ വീട്ടിലാണ്. ആൻറ്റിക്ക് തന്നെ നിർബന്ധം അയാൾ അവളെ താമസിപ്പിക്കണം എന്നുള്ളത്. വർഷയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് അയാൾ വന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വർഷം ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഇപ്പം ഇത് ആരാണാവോ? ഇത് ഷാർമിള ആൻറ്റിയും ഞാനും തമ്മിലിട്ട ഒരു പേരാണ്, പക്ഷേ ഇത് ആരാണ് അതിൻ്റെ ഇടയിലൂടെ വന്നിരിക്കുന്നത് ചിന്തിക്കുകയാണ്. എന്തായാലും ഇവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. രാജ്കുമാർ സാറിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം വർഷയെ കാണാനായിട്ട്. അയാളൊരു സർപ്രൈസ് പോലെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട കേട്ടോ, വിവേകിൻ്റെ മുന്നിൽ വർഷ എന്ന പേര് അയാൾ മിണ്ടില്ല. വർണ്ണമാല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താണാവും സംഭവിക്കുക? ബാക്കി എല്ലാ കൂട്ടുകാരികളും പോയതിന് ശേഷം തന്നെ ഷാർമിളയെ വിളിക്കുന്നുണ്ട്. ആൻറ്റി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ വിട്ടിട്ടുള്ള ആ രാജ്കുമാർ അതർവേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിൽ ഒരാളിപ്പോൾ വസുന്ധര ആൻറ്റിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് ഫേക്കായിട്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ, അത് ആരാണ് മോളെ എന്ന് ചോദിക്കും. അറിയില്ല ആൻറ്റി, പക്ഷേ എനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ആരെങ്കിലും ശത്രുക്കളായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മോളെ സൂക്ഷിക്കണം, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം അയാളെ കൈകാര്യം ചെയ്യാനെന്ന് വർഷയോട് മുൻകരുതൽ കൊടുക്കുക കേട്ടോ ഷാർമിള. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.